ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായല്ലോ ഇങ്ങനെ ഫുൾ ഡേ റുട്ടീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട്. മാർച്ച് 16 മൺഡേ നമ്മുടെ ദേവിക കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. 4 വർഷം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾക്ക് കമൻറ്റ് ഇട്ടിരുന്നില്ല. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ മൺഡേയിലത്തെ വീഡിയോയിൽ ഉറപ്പായിട്ട് ഞാൻ വിഷസ് അറിയിച്ചേനെ. അപ്പോൾ എന്തായാലും ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ രണ്ടുപേരും നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദേവിക കുട്ടിക്ക് എല്ലാവരും ഒരു ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചേക്കേട്ടാ. അപ്പോൾ അവരങ്ങനെ അന്നത്തെ ഡേയിൽ ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു. മെയ് മാസം കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്ന സമയത്ത് ഒരു വെഡിങ് ആനിവേഴ്സറിയും കൂടെ ചേർത്ത് ആഘോഷിക്കാൻ പോവാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വിഷസ് അറിയിച്ചേക്കൂ. ദേവിക മോൾക്കും കുടുംബത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അപ്പോൾ അതേ രാവിലെ ആമയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഇതിനെ എണ്ണക്കത്തിരിക്ക എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ ചെന്നൈയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇത് കത്തിരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കത്തിരിക്ക ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ കറികൾ ഇങ്ങനെ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിന്ന് ഇതിൻ്റെ റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടില്ലേ, പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉറപ്പായിട്ടും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ചിലപ്പോൾ ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുന്നത്, ചിലപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാം. എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഷോർട്സും കൂടി ഇടുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇടുന്നതാണ്. എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഷോർട്സും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇന്നാണെങ്കിൽ ഞാൻ ഈ എണ്ണക്കത്തിരിക്കയുടെ ഈ കുഴമ്പ് ഈ ചോറിലോട്ട് മിക്സ് ചെയ്തിട്ടാണ് ആമിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ സാധാരണ വെജ് കടകളിലൊക്കെ, അതായത് വെജ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ചോറിൽ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അവൾക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമേ. അങ്ങനെ അവളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓമവും നല്ല ജീരകവും കൂടി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടൊരു പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹസ്ബൻഡ് കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്, ഒരു ഹെഡ്സെറ്റ്. ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടല്ലോ അത്. അപ്പോൾ എനിക്കും ഒരെണ്ണം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഹസ്ബൻഡിന് മേടിച്ചേക്കുന്നത് OnePlusൻ്റെതാണ്. അപ്പോൾ എനിക്ക് ബോട്ടിൻ്റെത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് റേറ്റ് കൂടിയത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. സാധനം ഫാസ്റ്റ് ഡെലിവറിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആമിയെ സ്കൂളിൽ വിടുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അതേ ബോട്ടിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇല്ല. അപ്പോൾ ഞാൻ മറ്റേ വയർഡ് ഹെഡ്സെറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ അധികം ഹെഡ്സെറ്റ് യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്നാലും ഇതുണ്ടെങ്കിൽ നമുക്ക് പാർക്കിൽ പോകുമ്പോൾ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ ഇത് വെച്ച് നടക്കാമല്ലോ. അപ്പോൾ എനിക്കൊരു ഹെഡ്സെറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിനുള്ളതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇതാണ് മേടിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. ഹസ്ബൻഡ് മേടിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 3000 2500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എനിക്ക് മേടിച്ചിട്ടുള്ളത് 1200 എത്രയോ ആണ് കേട്ടോ. റേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ വരുന്നുണ്ട്, പിന്നെ ക്യാപ്പ് ഉണ്ടല്ലോ അതും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേത് ഇല്ലാതായി പോകുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ഈ ഹെഡ്സെറ്റ് നല്ലതാണ്, നമുക്ക് കാതിൽ കറക്റ്റായിട്ട് ഇരിക്കും, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ടാണ് അത് മേടിച്ചത്. പിന്നെ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ആമിയെ ഹസ്ബൻഡ് സ്കൂളിലൊക്കെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചൂട് തുടങ്ങിയ കാരണം കൊണ്ട് നമ്മളിപ്പോൾ കൂടുതലും കഞ്ഞിയൊക്കെയാണ് രാവിലെ കുടിക്കുന്നത്, പഴങ്കഞ്ഞിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഇന്നാണ് ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കാണാത്തവരെന്തായാലും കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ചെന്നൈ സ്റ്റൈലിലുള്ള മട്ടൻ ബിരിയാണി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് റെഡിയാക്കിയിട്ട്. റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല
മസാല എൻ്റെ അടുത്ത് തീർന്നു പോയി. അപ്പോൾ അതെന്തായാലും ഒന്ന് അരച്ചെടുക്കണം. ഗരം മസാല ചെയ്യുന്നതൊക്കെ ഞാൻ ഒത്തിരി തവണ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഹോൾ സ്പൈസസ് ആയിട്ട് മേടിച്ച് വെച്ചേക്കുവേ. എന്നിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെ എല്ലാം കൂടി റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഗരം മസാല ഉണ്ടാക്കുന്നത്. നല്ല മണമാണ്. അപ്പോൾ ഇത് ബിരിയാണിക്കും അല്ലാതെ നമ്മുടെ ചിക്കൻ കറിക്കും മട്ടൻ കറിക്കും നോൺ വെജ് ഉണ്ടാക്കുന്ന എല്ലാ കറികൾക്കും നമുക്ക് ഇതേ മസാല തന്നെ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന മസാലയാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ അധികം പുറത്തുനിന്ന് മേടിക്കാറില്ല. അപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ അതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു സൈഡിൽ. 1 കിലോ മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ 1/2 കിലോ ആണ് ഞാൻ ബിരിയാണിക്ക് എടുത്തത്. 1/2 കിലോ ഞങ്ങൾ കറി വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്ന് കറി വെച്ചത് കൂടുതലും ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അതുപോലെ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അതായിരുന്നു. ആമിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അവൾക്കുള്ളത് കൊടുക്കും. പിന്നെ രാവിലെ വെച്ച കത്തിരിക്ക കുഴമ്പുണ്ട്, എണ്ണ കത്തിരിക്ക, അതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കും. പിന്നെ അതേ വൈകുന്നേരമാണ് വീഡിയോ എടുത്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ നമ്മുടെ പുതിനയില കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എല്ലാം കരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 2-3 നേരമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ തളിര് ആയിട്ടുള്ള ഇലകൾ വരും. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചുവന്ന ചീരയുടെ തണ്ടും കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലും 1-2 ചെറിയ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആമിയാണ് സ്ഥിരമായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയും ഭയങ്കര ചൂടാണ്. കിടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് റൂമിൽ AC ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്നും AC ഇടത്തില്ല കേട്ടോ. നൈറ്റ് കിടക്കുന്ന സമയത്ത് മാത്രമാണ് AC ഇടുള്ളൂ. അപ്പോൾ ആമി എന്തായാലും സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ അവൾക്കുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മാഗിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ സാധനം എനിക്ക് ഇഷ്ടവുമല്ല, ഞാൻ അങ്ങനെ മേടിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് എന്നെ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ബ്ലിങ്കിറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മുട്ടയും മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാനിത് വേറൊരു രീതിയിലാണ് ഇന്ന് മാഗി ചെയ്യുന്നത്. അപ്പം ഞാൻ പല രീതിയിലും നൂഡിൽസ് ചെയ്യാറുണ്ടെങ്കിലും മാഗി പെട്ടെന്ന് നമ്മളിങ്ങനെ 2 മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കേണ്ട സാധനമാണെന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ക്യാപ്സിക്കം കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം കൊണ്ടൊരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഓൾറെഡി ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഏത് കളറ് ക്യാപ്സിക്കം എടുക്കണമെന്ന് അന്നൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അന്ന് എൻ്റെ അടുത്ത് യെല്ലോ കളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ക്യാപ്സിക്കത്തിൽ ചമ്മന്തി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, ടേസ്റ്റ് കാണുമെന്നല്ലേ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ഷോർട്സ് വീഡിയോ കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇഡ്ഡലി, ദോശ അതിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതേ ക്യാപ്സിക്കം കുറച്ച് അധികം തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ മാഗി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ, നമുക്ക് ഗ്യാസ് ഒരുപാട് ക്ഷാമമുള്ളൊരു സമയമാണല്ലേ. അപ്പോൾ നമ്മളെ വീട്ടമ്മമാർക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഇങ്ങനെ അപ്പാർട്ട്മെന്റിലും ഇങ്ങനെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് വിറകടുപ്പും സൗകര്യങ്ങളൊന്നും കാണത്തില്ലല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 പോയിന്റ്സ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഐഡിയാസും കൂടി ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഞാൻ പൊതുവേ ചെയ്യുന്നത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് 40 തൊട്ട് 60% വരെ ഗ്യാസ് ഓപ്പൺ കുക്കിങ്ങിനേക്കാളും സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ റൈസ്, അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ്, ദാല്, പിന്നെ പൊട്ടറ്റോ, വെജീസ്, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. സമയവും ലാഭമാണ്, ഗ്യാസും ലാഭമാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രെയിൻസ് ഒക്കെ, അതായത് ഇപ്പോൾ പയറ് വർഗ്ഗങ്ങളൊക്കെ തലേ ദിവസം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കാം. പ്രത്യേകിച്ച് കടല, പരിപ്പ്, പയറ്, പിന്നെ രാജ്മ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ വേവുള്ള ഐറ്റംസ്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പ്രഷർ കുക്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെ സമയവും അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം. അതായത് നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പോയിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അത്രയും സമയം നഷ്ടമാണ്, അത്രയും സമയത്ത് ഗ്യാസും നമുക്ക് നഷ്ടമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ മസാലാസും സ്പൈസസും പിന്നെ വെജീസും എല്ലാ സാധനങ്ങളും ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. അൺനെസസറി ആയിട്ടുള്ള ഫ്ലെയിം ബേൺ ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. മറ്റേതാണെങ്കിൽ നമ്മൾ ഒരു സാധനം തപ്പിയെടുക്കാൻ പോകുന്നതിനിടയിൽ തന്നെ അത്രയും ഗ്യാസ് അവിടെ നഷ്ടപ്പെടും അല്ലേ. അതുപോലെ തന്നെ
തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലിഡ് വെച്ച് അടച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മളെപ്പോഴും ഒരു പാൻ അടച്ചു വെച്ച് ചൂടാക്കുമ്പോൾ ആ പാത്രത്തിലുള്ള ചൂട് ആ ഒരു കുക്ക് ചെയ്യുന്ന സാധനത്തിൽ ഇരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് ഇട്ട് ചൂടാക്കി ഗ്യാസ് കളയേണ്ട ആവശ്യം വരത്തില്ലല്ലേ. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് ഹീറ്റ് ചെയ്യേണ്ട കാര്യം വരില്ല. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലിഡ് അടച്ചു വെച്ചിട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഓപ്പൺ കുക്കിംഗ് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് ഗ്യാസ് നഷ്ടമാവുന്നത്. പെട്ടെന്ന് തന്നെ അതിൽ ചൂട് നിൽക്കത്തുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫുഡ് ഐറ്റംസ് ചെയ്യുമ്പോൾ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശീലിക്കേട്ടോ. അതുപോലെ തന്നെ ഫ്ലെയിം സൈസ് എപ്പോഴും ഒരു നോർമൽ ഫ്ലെയിമിൽ വെച്ചേക്കാം. എപ്പോഴും നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് ചെയ്യരുത്. ഒന്നുകിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ഇതിലിട്ടിട്ട് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ കുക്ക് ചെയ്യുന്ന വെസലിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ നിൽക്കുകയും, അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെയിം ഇങ്ങനെ കൂട്ടിയിട്ട് ആ ഗ്യാസ് തീരുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും. എപ്പോഴും മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരുമിച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പ് മാത്രമാണ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ റൈസ് എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയൊരു ബൗളിനകത്ത് സാമ്പാർ പരിപ്പും കൂടി വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരേ സമയം കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇത് സ്റ്റീമറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലെയറിൽ നമുക്ക് ഐറ്റംസ് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് ഗ്യാസും ടൈമും ലാഭിക്കാനായിട്ട് പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബർണേഴ്സ് നമ്മൾ റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യാട്ടോ. പലർക്കും ചെയ്യാൻ മടിയുള്ളൊരു കാര്യമാണല്ലേ. അപ്പം ഞാനും ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ബർണേഴ്സ് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്ന ഐറ്റംസ് എങ്ങനെ പോയാലും അതിൽ കുറേ അഴുക്കൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വീണ്ടും ഗ്യാസ് ഓൺ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള അഴുക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഡസ്റ്റ് ഇരുന്നിട്ട് ഫ്ലെയിം കത്തത്തില്ലല്ലേ. അപ്പം അങ്ങനെ നമുക്ക് കുറേ ഗ്യാസ് വേസ്റ്റ് ആയി പോകും. ഒന്നുകിൽ ഡെയിലി നൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ നമ്മുടെ ബേർണേഴ്സ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ കഴുകി ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫ്ലാറ്റ് ബോട്ടം യൂട്ടൻസിൽസ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് പരന്ന പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു തവണ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രം മൊത്തത്തിൽ നല്ലപോലെ ഹീറ്റ് നിൽക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ഇൻഡസ് വാലിയുടെ പാത്രത്തിൽ നല്ലോണം ചൂട് അത്യാവശ്യം നിൽക്കുന്നതാണ് കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാലും അത് കുക്ക് ചെയ്ത് ആവും, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരന്ന ബോട്ടമുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാ ആഹാരങ്ങൾക്കും അത് പറ്റില്ല. ഇപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പാസ്തയൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം അത് ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ ബാലൻസ് ഉള്ള ഒരു ചൂടിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു ഫുഡ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ചൂട് അതിൽ തന്നെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ടൊരു ആഹാരം ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്യാസിനോടൊപ്പം തന്നെ പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തെർമൽ റൈസ് കുക്കർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റൗ യൂസ് ചെയ്യാം. വിറകടുപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇലക്ട്രിക് കെറ്റിൽസിൽ തന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ കെറ്റിലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവരാണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പാരലലായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗ്യാസിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വിറകടുപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ പോലുള്ളവർക്ക് ഉള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളം ചൂടാക്കുന്നത് ഗ്യാസിൽ കൊണ്ടുപോയി തന്നെ വെക്കണമെന്നില്ല. കെറ്റിലുണ്ടെങ്കിൽ കെറ്റിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഗ്യാസിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിന് പകരം ഇൻഡക്ഷൻ സ്റ്റൗ ഉള്ളവരാണെങ്കിൽ അതിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗ ഞാൻ ഒട്ടും ഓപ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് കറണ്ട് ബില്ല് കുറച്ച് ജാസ്തി ആയിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ട്രൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കിട്ടാത്തൊരവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് മേടിക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല, കാരണം ഞങ്ങൾക്കും അതിന് താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ന്യൂസിലൊക്കെ കേട്ടത് ഇൻഡക്ഷൻ സ്റ്റൗവിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ടെന്നാണ്, കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം വന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഓരോ തവണ കുക്കിംഗ് കഴിയുമ്പോഴും ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സിലിണ്ടറും കൂടി ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോഴും
എപ്പോഴും കിച്ചണിലെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്യാസിന്റെ സിലിണ്ടർ ഓഫ് ചെയ്ത് ഇടാറുണ്ട്, താഴത്തെ ആ ഒരു നോബ്. അപ്പോൾ നമുക്ക് ഗ്യാസിന്റെ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അത് നമ്മളൊരു ശീലമാക്കി എടുത്താൽ മതി. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് ഹീറ്റ് ആവുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് അയൺ പാത്രങ്ങളൊക്കെ ഒറ്റത്തവണ ഒന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അതിനകത്ത് ചൂട് നിൽക്കും. അപ്പം അങ്ങനെയുള്ള ആ പാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് കടുകട്ടിയുള്ള പാത്രങ്ങൾ, ഇപ്പം മൺപാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ സീസൺ ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസിൽ മൺപാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം, മൺപാത്രം എങ്ങനെയാണ് സീസൺ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. ഇത്രയും പോയിന്റ്സ് ആണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സും കൂടി ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കേട്ടാ. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഗ്യാസ് കിട്ടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ പോലെ പുറത്ത് താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതായിരിക്കും. ചായയും കൊണ്ട് ഞങ്ങൾ മേലെ വന്നാണ് കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുമ്മാതെ ഒന്ന് നടന്ന്, കുറച്ച് നേരം ആമിയും ഹസ്ബൻഡും കൂടി അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കും. കുറച്ച് നേരം ഹസ്ബൻഡ് അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. എന്നിട്ട് ഞങ്ങളിത് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഒരു 6-6:30 ആയപ്പോഴത്തേക്കും താഴേക്ക് വന്നേട്ടോ. പിന്നെ ദേ നമ്മുടെ നൂഡിൽസ് കണ്ടോ, ഇത്രയും ബാക്കി ഇരിപ്പുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. ഇത് രാത്രി ആമി കഴിക്കുന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇനിയിപ്പോൾ ഒന്നും വേണ്ടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളൊന്നും കഴിച്ചതും ഇല്ല കേട്ടോ അന്ന്. അപ്പോൾ ദേ ബാലൻസ് ഉള്ളതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് ഞാൻ കിച്ചൺ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര വയ്യായികയാണെങ്കിലും നൈറ്റ് കിച്ചൺ ക്ലീൻ ചെയ്യാതെ ഞാൻ കിടക്കത്തേ ഇല്ല. എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് എത്ര വയ്യെന്നുണ്ടെങ്കിലും പാത്രത്തിൽ കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ചിടാതെ ഞാൻ പോകത്തില്ല കേട്ടോ. ഇപ്പോൾ പനി വന്നാൽ പോലും ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാതിരിക്കത്തില്ല. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിറ്റേന്ന് രാവിലെ വന്ന് കിച്ചൺ കാണുന്ന സമയത്ത്. അപ്പോൾ നൈറ്റ് ഇതുപോലെ എല്ലാ ദിവസവും ഒന്നും സ്റ്റൗ ക്ലീൻ ചെയ്യത്തില്ല. ഇതുപോലെ അഴുക്ക് കൂടുതലായിട്ട് തോന്നുന്ന സമയത്ത് മിക്കവാറും ഞാൻ എപ്പോഴും ഇത് തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കുന്നുണ്ട്, വലിയ അഴുക്ക് കാണത്തില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചായയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ പാലൊന്നും തിളച്ച് പൊങ്ങുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റൗ ഇരിക്കുന്നത്. എന്നാലും അഴുക്ക് പറ്റിയെന്ന് തോന്നിയാൽ ഉടനെ തന്നെ ഞാനത് ക്ലീൻ ചെയ്യും. അപ്പോൾ അതേ കൗണ്ടർ ടോപ്പിൻ്റെ എല്ലാ പോർഷനും ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യത്തില്ല, 2 ദിവസത്തിലൊരിക്കലാണ് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നത്. ചിലപ്പോൾ പകൽ സമയത്ത് എനിക്ക് രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ എനിക്ക് എപ്പോഴെങ്കിലും തോന്നുന്ന സമയമുള്ള സമയത്ത് ഞാനിത് ചെയ്തിടും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാത്രി ഞാൻ ക്ലീൻ ചെയ്തിടത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമോ അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും കേട്ടോ. ആ സമയത്ത് നമ്മളിങ്ങനെ ഒരച്ചൊരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ദിവസവും ഒരു 5-10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇട്ടേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ പണ്ട് തൊട്ടേ ശീലിച്ചൊരു കാര്യമാണിത്. നൈറ്റ് കിച്ചൺ ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളത് മസ്റ്റായിട്ട്. നമ്മുടെ വീട്ടിനകത്ത് കിച്ചണിനകത്ത് ഒരിക്കലും നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റുകൾ വെച്ചിട്ട് കിടന്നുറങ്ങരുത്. അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് നമ്മുടെ വേസ്റ്റ് പാത്രമൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. അതൊക്കെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരുപാട് ഈച്ചയും പാറ്റയും പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്കതിൻ്റെ ശല്യമൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതേ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഒരു നനഞ്ഞ തുണി നമ്മുടെ കിച്ചണിൽ വെച്ചേക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കൈയോടെ തന്നെ ഒന്ന് തുടച്ചിടാം. പിന്നെ ഓരോ തവണ കുക്കിംഗ് ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും കൗണ്ടർ ടോപ്പിൽ വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളും ആ സ്റ്റാൻഡും, ഞാനിപ്പോൾ ഇതിവിടെ വെച്ചേക്കുന്ന ഈ പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ ജാടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൈയോടെ ചെയ്ത് പോയാൽ തന്നെ നമ്മുടെ കിച്ചണിൽ ഒരുപാട് നേരം നിന്ന് ക്ലീൻ ചെയ്യാനുള്ള സമയം കളയണ്ട. നമ്മളത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് വലിയ ഭാരമായിട്ടും തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കൈയോടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു കപ്പ് സ്റ്റാൻഡ്, ഇത് ഞാൻ എപ്പോഴോ മേടിച്ചതാണ് കേട്ടോ. ഈ വീടൊക്കെ പാലിയച്ച സമയത്ത് മേടിച്ചതാണ്. പിന്നെ ഈ മേലെ ഇരിക്കുന്ന ഈ 2 സ്റ്റാൻഡുകളും ഇതും ഞാൻ മീഷോന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ടാഗ് ചെയ്തേക്കാം കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്, എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴുകിയാൽ മാത്രം മതി. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ്. ആ വൈറ്റ് സ്റ്റാൻഡൊക്കെ നല്ല ലുക്കാണ് കിച്ചണിൽ. ഈ വയർ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ മേടിച്ചിട്ട് എനിക്കൊന്ന് 4-5 മാസമായി. ഇതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല
കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയ്ക്കും ഞങ്ങളിവിടെ ഹാർഡ് വാട്ടറാണ് പാത്രം കഴുകാനൊക്കെ എടുക്കുന്നത്. എന്നിട്ട് പോലും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉപ്പ് കറ ആവുന്നതിൻ്റെത് ആ ബ്ലാക്ക് ട്രെയിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഡെയിലി കഴുകി വെക്കും എപ്പോഴെങ്കിലും ഒരു നേരം. അപ്പോൾ അതേ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആകെ എല്ലാം അടിപൊളിയായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഈ അയൺ പാത്രങ്ങളിലാണല്ലോ കൂടുതലും കുക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. അപ്പം പാത്രത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കഴുകി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കഴുകി നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പാത്രങ്ങളൊന്നും കേടാവാതിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അയൺ കുക്ക്വെയർ കളക്ഷൻസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു 4 പാത്രമാണ് ഉള്ളത്. പിന്നെ ഒരു ദോശക്കല്ലുണ്ട്. ദോശക്കല്ല് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ചൂടാക്കിയ ഈ 2 ചെറിയ പാത്രങ്ങളും ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതിൽ ആ പാൻ പോലെ വരുന്ന ഫ്രൈ പാൻ പോലെ വരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. മറ്റേ ചീനച്ചട്ടി ഞാൻ ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഈ വലിയ ഫ്രൈ പാൻ കണ്ടോ, ഇത് ഇൻഡസ് വാലിയുടേതാണ്. ഇത് സീസൺഡ് ആയിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒരു തവണ കൂടി സീസൺ ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ ചെറുത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ അത് ഈ വലിയ ചീനച്ചട്ടി ഇത് ഞാൻ ശരവണ സ്റ്റോറിൽ നിന്നാണ്. ഈ 2 ചീനച്ചട്ടികളും ശരവണ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇത്രയും കുക്ക് വെയർ ആണ് എൻ്റെ അടുത്തുള്ളത്, അയണിലുള്ളത്. അപ്പോൾ ഇതിലാണ് ഞാൻ മാറ്റിയും തിരിച്ചൊക്കെ കുക്കിംഗ് ചെയ്യാറുള്ളത്. മറ്റേ ആ ഫ്രൈ പാൻ പോലെ ഇരിക്കുന്ന വലുതുണ്ടല്ലോ, അത് മീനൊക്കെ വറുക്കാനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ചെറിയ ഫ്രൈ പാൻ ഞാൻ എപ്പോഴും ബുൾസയോ അല്ലെങ്കിൽ ഓംലെറ്റോ, നേരത്തെ ഞാൻ മുട്ട ചിക്ക് ചെയ്ത് കണ്ടില്ല, അതൊക്കെ ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ 2 ചീനച്ചട്ടികളിലും തോരനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കും. ചെറിയ ചീനച്ചട്ടി ശരിക്കും ഞാൻ അപ്പച്ചട്ടിക്കായിട്ടാണ് മേടിച്ചത്. പക്ഷെ എന്നാലും ഞാൻ അതിനകത്ത് എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഏത് സമയത്ത് അപ്പം ഉണ്ടാക്കാൻ എടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് എണ്ണയൊക്കെ തേച്ച് വെക്കുന്നതുകൊണ്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ആ ചെറിയ ചീനച്ചട്ടി. എല്ലാത്തിനും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റേ ആ കാസ്റ്റേണിൻ്റെ ആ വലിയ ചീനച്ചട്ടി വലിയ വെയിറ്റ് ഇല്ല, പക്ഷെ അത് നല്ല സ്മൂത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ തേങ്ങയൊക്കെ വറുത്ത് എടുക്കാനായിട്ട് പറ്റിയ പാത്രമാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ കുക്ക് വെയർ കളക്ഷൻസ് അയണിലുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അയൺ പാത്രങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 മണിയായപ്പോൾ തന്നെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺ പൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു സിനിമ കാണുവാണ്. OTTയിൽ വന്ന സിനിമയാണ് കേട്ടോ, വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അനശ്വര രാജേന്ദ്രൻ്റെ സിനിമയാണ് കേട്ടോ. നല്ല സിനിമയാണ്, ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടായിരുന്നു. ആമി ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ സിനിമ കണ്ടത്. അപ്പോൾ നാളെ സാറ്റർഡേ ആണ്, ആമിക്ക് നാളെ ഹാഫ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അവൾക്ക് ലഞ്ച് കൊണ്ടുപോകണ്ട. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നൈറ്റ് ഈ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മൂവി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.